എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായമാണ്. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യത്തിനായി അയക്കുന്നു എന്ന് കാണുന്നു. കർത്താവ് അപ്പസ്തോലന്മാരെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അധികാരപൂർവ്വം നിയോഗിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാർ പൂർണ്ണ സമാധാനത്തോടെ ഇസ്രായേൽ ജനത്തോട് പ്രഘോഷിക്കണം, സൗജന്യമായി സേവിക്കണം, കഷ്ടപ്പാടുകൾ സഹിക്കാൻ സന്നദ്ധരാകണം. കുടുംബത്തിലും സമൂഹത്തിലും നിന്റെ നാമനിമിത്തം വരുന്ന പ്രതിസന്ധികൾ നേരിടുവാൻ തയ്യാറാകണമെന്നും യേശു ഉപദേശിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി ദൈവരാജ്യത്തിനായി തൻ്റെ ജീവിതം അർപ്പിക്കുന്നവർ അത് കണ്ടെത്തും എന്ന വാഗ്ദാനവും കർത്താവ് ഈ വേദഭാഗത്ത് നൽകുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അവരെ അസാധാരണ അധികാരത്തോടെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും നിയോഗിച്ചു എന്ന് നാം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെയും ഫറവോൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ മോശയ്ക്കും അഹ്റോനും അധികാരം നൽകിയതുപോലെ കർത്താവ് തൻ്റെ 12 അപ്പസ്തോലന്മാരെ സുവിശേഷത്താൽ പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ അധികാരം നൽകിയതായാണ് വായിക്കുന്നത്. മത്തായി 10-ാം അധ്യായത്തിൻ്റെ 2-4 വാക്യങ്ങൾ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്നു. ഇവർ വിവിധ നിലകളിൽ സാഹചര്യങ്ങളിലും നിന്നുള്ളവരായിരുന്നു. എന്നാൽ എല്ലാം ദൈവരാജ്യത്തിനായി കർത്താവിനാൽ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്നുള്ള ഗോത്രങ്ങൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ പ്രതിനിധീകരിച്ചതുപോലെ 12 അപ്പസ്തോലന്മാർ പുതിയ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ യെരുശലേമിൻ്റെ 12 ഗോപുരങ്ങളിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും 12 ഗോപുരങ്ങളിൽ 12 അപ്പസ്തോലന്മാരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട് എന്ന് നാം വായിക്കുന്നു. ഇതിൽ നിന്ന് പഴയ പുതിയ നിയമങ്ങളിലെ ദൈവജനം എന്ന 2 വിഭാഗങ്ങളും ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ സമന്വയിക്കുന്നതായി കാണുന്നു. 5-6 വാക്യങ്ങളിൽ കർത്താവ് അവരെ അയച്ചുകൊണ്ട് ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ എന്ന് ആജ്ഞാപിച്ചതായി കാണുന്നു. ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ആദ്യമായി ഇസ്രായേൽ ഗൃഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളെ സുവിശേഷം അറിയിക്കാൻ അയക്കുന്നതാണ് കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതിക്ക് തുടക്കം ഇസ്രായേലിൽ നിന്നായിരിക്കണം എന്ന ദൈവിക തീരുമാനം നാം മനസ്സിലാക്കണം. റോമർ 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ദൈവം പഴയ നിയമകാലത്ത് അബ്രഹാമിൻ്റെ സന്തതികളായ യഹൂദന്മാരെ തൻ്റെ ജനമായി തെരഞ്ഞെടുത്തു. അതിലൂടെ പിന്നീട് ലോകത്തിലെ സർവ്വജാതികൾക്കും രക്ഷയ്ക്ക് കാരണമായ സുവിശേഷം ഉൾപ്പെടെയുള്ള കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ ജാതികളിലേക്കും ഒഴുകുവാൻ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി യഹൂദന്മാരിൽ ആരംഭിച്ചു. പിന്നീട് അവരിലൂടെ തന്നെ വിജാതീയരെയും ഉൾപ്പെടുത്തി എന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ 4:22 കർത്താവ് ശമരിയ സ്ത്രീയോട് രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന് പറയുന്നു. 7-8 വാക്യങ്ങളിൽ സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു എന്ന സന്ദേശം പ്രഖ്യാപിക്കാനും രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർത്തുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, പിശാചുക്കളെ പുറത്താക്കുക എന്നീ ശുശ്രൂഷകളിൽ സൗജന്യമായി പ്രവർത്തിക്കുവാനും യേശു ശിഷ്യന്മാരോട് പറയുന്നു. യെശയ്യാവ് 52:7 സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. വാക്യത്തിൽ അപ്പസ്തോലന്മാർ രക്ഷയുടെ സുവാർത്ത കൊണ്ടുവരുന്നവരെക്കുറിച്ചുള്ള പ്രവചനമാണ്. മാത്രമല്ല യെശയ്യാവ് 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. അപ്പസ്തോലന്മാർ സുവിശേഷത്തിൻ്റെ സന്ദേശം ഉറപ്പിച്ചു നൽകാൻ കർത്താവ് പ്രവർത്തിക്കാൻ കൽപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അവർ യെശയ്യാ പ്രവചനം 8:18 പ്രവചനത്തിൽ പറയുന്നത് പോലെ ആയി എന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-4 നാം വായിക്കുന്നു. 9-10 വാക്യത്തിൽ ശിഷ്യന്മാർക്ക് ഉപജീവനത്തിന് സ്വർണം, വെള്ളി, ചെമ്പ് ഒക്കെ കൂടെ കൊണ്ടുപോകരുത് എന്ന് കൽപ്പിക്കുന്നു. അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതാണെന്നും
സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ അവരുടെ ഉപജീവനം അതിനാൽ തന്നെ ആവണമെന്നും കർത്താവ് കൽപ്പിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഏലീശ പ്രവാചകന് ശൂന്യംകാരി സ്ത്രീ നൽകിയ സഹായം അപ്പസ്തോലന്മാർക്കും ശുശ്രൂഷയിൽ തന്നെ ഉപജീവനം ലഭിക്കും എന്നതിൻ്റെ ഒരു മുൻ നിഴലും സമാന സംഭവവുമായി മനസ്സിലാക്കാം. 11 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ കർത്താവ് അവരോട് ഏതെങ്കിലും പട്ടണത്തിൽ കടക്കുമ്പോൾ യോഗ്യമായ വീട് അന്വേഷിച്ച് ആ പട്ടണം വിടും വരെ അവിടെ താമസിക്കുക എന്നും ആ വീടിന് സമാധാനം കൈവരും, ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങുമെന്നും അരുളി ചെയ്യുന്നു. ഇവിടെ കർത്താവ് പ്രബോധിപ്പിക്കുന്നത് വിശ്വാസികൾ നന്മയും സമാധാനവും മനുഷ്യർക്ക് മുൻപിൽ യോഗ്യമായത് മുൻകരുതുന്നവരും ആകുന്നു എന്നാണ്. സങ്കീർത്തനം 122 6-7 വാക്യത്തിൽ യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. ഇത് മത്തായി 10:13 വായിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാധാനം സുവിശേഷ മുഖാന്തരം ഒരു വ്യക്തിയിലേക്കും ഭവനത്തിലേക്കും സമൂഹത്തിലേക്കും ഒഴുകുന്ന ദൈവിക അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയെയാണ് പ്രതിനിധീകരിക്കുന്നത്. മത്തായി 10:14-15 വാക്യങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ എന്ന് കർത്താവ് പറയുന്നത് സുവിശേഷം നിരാകരിക്കുന്നവർ അവരുടെ നിരാകരണത്തിൻ്റെ ഫലങ്ങൾ നേരിടും എന്നതിനെ സൂചിപ്പിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ ആ സോദോമ്യർക്കും ശമരിയക്കാർക്കും ലഭിച്ച ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ സുവിശേഷം നിരാകരിക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് കർത്താവ് സത്യം ചെയ്തു പറയുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെയും കൂടി പാപത്തിന് പരിഹാരമായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു. ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എങ്കിൽ പാപപരിഹാരം ചെയ്ത യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ അവിടുന്ന് നിങ്ങളെ സൗജന്യമായി രക്ഷിക്കും. നിങ്ങളുടെ കർമ്മങ്ങളോ നിങ്ങളുടെ മതചടങ്ങുകളോ ഒന്നും നോക്കാതെ, നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ ദാനധർമ്മങ്ങളോ ഒന്നും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. കേവലം സൗജന്യമായി യേശു നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്കും ആ രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനായി ദൈവം സഹായിക്കും.